ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓഫ് പ്ലാൻ റെഡി ടു മൂവ് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ട് UAE എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ബിസിനസ് പേരാണ് വരുന്നത് ഡൗൺ ടൗൺ റെസിഡൻസ്. സോ ഡൗൺ ടൗൺ റെസിഡൻസ് എന്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ആരാണ് ഡെവലപ്പർ എന്നിവയെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ പുതിയതാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ പുതിയ ആൾക്കാരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമ്മളിനി ദയ്യാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദയ്യാർ ഫൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ 2002-ലാണ്. അതുപോലെ തന്നെ പബ്ലിക് ജോൺ സ്റ്റോക്ക് കമ്പനിയിൽ 2007 അവർ ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ സെയ്ദ് മുഹമ്മദ് അൽ ഖത്താമിയാണ് ഇതിൻ്റെ ഫൗണ്ടറായിട്ട് വരുന്നത്. നമ്മുടെ ദുബായ് ഇസ്ലാമിക് ബാങ്കിൻ്റെയും സെയിം ഫൗണ്ടർ ഇദ്ദേഹമാണ്. സോ ഓൾറെഡി ബാങ്കിൻ്റെയും ഫൗണ്ടറാണ്, അതുപോലെ തന്നെ ദയ്യാറിൻ്റെയും ഫൗണ്ടറാണ് പുള്ളി. ദയ്യാറിനെ കുറിച്ച് മറ്റൊന്ന് പറയുകയാണെങ്കിൽ ടോപ്പ് 10 കാറ്റഗറിയിൽ വരുന്ന ഒരു ഡെവലപ്പറാണ് ദയ്യാർ. അതുപോലെ തന്നെ ദയ്യാറിൻ്റെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദയ്യാർ കൂടുതലും അബുദാബിയിലുണ്ട്, ദുബായിലുണ്ട്. സോ UAE മൊത്തത്തിൽ അവർ ഓൾറെഡി ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ദയ്യാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് 10 കാറ്റഗറിയിൽ വരുന്ന ഡെവലപ്പറാണ് ദയ്യാർ. അതുപോലെ തന്നെ സെമി ഗവൺമെന്റ് ഡെവലപ്പർ എന്നാണ് ദയ്യാർ പൊതുവെ അറിയപ്പെടുന്നത്. നമ്മുടെ ഈ പ്രൊജക്റ്റ് വരുന്നത് നമ്മുടെ ബിസിനസ് ബേയിലാണ്. ഡൗൺ ടൗൺ റെസിഡൻസ് ആണ് പ്രൊജക്റ്റിന്റെ പേര്. ഇതൊരു ഐക്കോണിക് ടവറാണ്. UAE തന്നെ 6ാമത്തെ ടോളസ്റ്റ് ടവറാണ് ഇവിടെ ബിസിനസ് ബേയിൽ വരാൻ പോകുന്നത്. സോ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊജക്റ്റ് ആണ്. ഡൗൺ ടൗൺ റെസിഡൻസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ എന്താ പറയുക 110 ഫ്ലോർസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അമെനിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 110 ഫ്ലോർ വരുന്ന ബിൽഡിങ്ങിൽ ടോട്ടൽ 6 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഹൗസ് ഓഫ് കോമൺ എന്നാണ് ഒന്നാം സെക്ഷനായിട്ട് വരുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ഹൗസ് ഓഫ് ഹെയർസ് വരുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്നത് ഹൗസ് ഓഫ് മിൽനസ് വരുന്നുണ്ട്. നാലാമതായിട്ട് വരുന്നത് മെയ്സൺ ആമീസ് വരുന്നുണ്ട്. അഞ്ചാമതായിട്ട് വരുന്നത് സ്കൈ ക്ലബ് ആൻഡ് പാർക്ക് വരുന്നുണ്ട്. ആറാമത് വരുന്നത് ക്ലൗഡ് 9 ആണ്. ഇങ്ങനെ 6 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഫ്ലോർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഫസ്റ്റ് അമിനിറ്റീസ് വരുന്നത്. സെക്കൻഡ് അമിനിറ്റീസ് വരുന്നത് ലെവൽ 1-ലാണ്. അതുപോലെ തേർഡ് അമിനിറ്റീസ് വരുന്നത് 27 to 29 ഫ്ലോറിലാണ് വരുന്നത്. മൂന്നാമത്തെ അമിനിറ്റീസ് നോക്കുകയാണെങ്കിൽ 53 to 55 ഫ്ലോറിലാണ് വരുന്നത്. അതേസമയം അടുത്ത അമിനിറ്റീസ് നോക്കുകയാണെങ്കിൽ 71 to 72 ആ റേഞ്ചിലാണ് വരുന്നത്. ലാസ്റ്റ് വരുന്ന അമിനിറ്റീസ് എന്ന് പറഞ്ഞാൽ 91th ഫ്ലോറിലാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് അമിനിറ്റീസ് വരുന്നുണ്ട്. ഈ ഒരുപാട് അമിനിറ്റീസ് പറയുമ്പോൾ നിങ്ങൾ തന്നെ ബോറടിക്കും. സോ ഞാൻ എനിക്ക് ഒരു 3-4 ഫേവറേറ്റ് ഉള്ള അമിനിറ്റീസ് പറഞ്ഞുതരാം. നമ്മുടെ ഒന്നാമതായിട്ട് വരുന്നത് പ്രൈവറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസ് വരുന്നുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് ബിസിനസ് സെൻറ്റർ വരുന്നുണ്ട്. മൂന്നാമത്തെ എനിക്ക് ഏറ്റവും വൺ ഓഫ് ഫേവറേറ്റ് ആണ് പോഡ്കാസ്റ്റ്. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എല്ലാവർക്കും പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതുകൊണ്ടാണ് പോഡ്കാസ്റ്റ് ഇവിടെയും കൊണ്ടുവരുന്നുണ്ട്, പോഡ്കാസ്റ്റ് പോലത്തെ ഒരു സെറ്റപ്പ്. പിന്നെ നാലാമതായിട്ട് വരുന്നത് കോൺഫറൻസ് റൂം. അഞ്ചാമതായിട്ട് വരുന്നത് ലൈബ്രറി ആൻഡ് ദ ബുക്ക് ക്ലബ്. ഈ 5 അമിനിറ്റീസുമാണ് എനിക്ക് ഫേവറായിട്ട് തോന്നിയത്. ഇഷ്ടംപോലെ അമിനിറ്റീസ് ഇതിൽ വരുന്നുണ്ട്. സോ ഒരുപാട് അമിനിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒരുപാട് ലെങ്ത് ആകും. സോ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അമിനിറ്റീസിനെ കുറിച്ച് പറയാത്തത്. അപ്പോൾ ഇതിൽ ടോട്ടൽ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ വരുന്നത് 522 യൂണിറ്റ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് വരുന്നത് പറഞ്ഞാൽ 1 ബെഡ്റൂം, 2 ബെഡ്റൂം, അതുപോലെ ഡ്യുപ്ലക്സ് വരുന്നുണ്ട്, പെൻറ്റ് ഹൗസ് വരുന്നുണ്ട്, പാലസ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസ് എത്ര, അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് എത്ര നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1 ബെഡ്റൂം വന്നിട്ട് 1.86 മില്യൺ ആണ്. സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെങ്കിൽ 764 സ്ക്വയർ ഫീറ്റ്, അതുപോലെ 913 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൽ വരുന്നത്. 2 ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 2.73 മില്യൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെങ്കിൽ 1100 സ്ക്വയർ ഫീറ്റ്, 1367 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ഇനി 2 ബെഡ്റൂം ഡുപ്ലക്സ് നോക്കുകയാണെങ്കിൽ 3.71 വരുന്നുണ്ട്, 1410 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 3 ബെഡ്റൂം ഡുപ്ലക്സ് വരുന്നുണ്ട്, 9.6 മില്യൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ പെൻറ്റ് ഹൗസ് വരുന്നുണ്ട്, അതുപോലെ റോയൽ പാലസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ഡിസ്കസ് ചെയ്യാം. പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് നോക്കുകയാണ് ഇപ്പോൾ കറന്റ് ഇപ്പോൾ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിസിനസ് ബില്ലാണ് ഞാൻ പറയുന്നത്. അതായത് 3500 to 4000 വരെയാണ് ഇവിടെ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഈ ഡൗൺ ടൗൺ റെസിഡൻസ് ലെസ് പ്രൈസിൽ കൊണ്ടുവന്നത്. അതായത് ഇപ്പോൾ ഏവറേജ് നോക്കുകയാണെങ്കിൽ 2400 സ്ക്വയർ ഫീറ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ അതാണ് ഞാൻ പറയുന്നത്, വെറും 1.8 മില്യൺ, 1 ബെഡ്റൂമിന് വെറും 1.8 മില്യൺ മാത്രമേ വരുന്നുള്ളൂ. സോ പ്രൈസ് പെർ സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെങ്കിൽ ഡൗൺ ടൗൺ റെസിഡൻസ് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി നമുക്ക് ഇതിന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിന്റെ പേയ്മെന്റ് പ്ലാനിനെ കുറിച്ചാണ്. പേയ്മെന്റ് പ്ലാന് മുമ്പ് അവർ കൊണ്ടുവന്നാൽ 70-30 പേയ്മെന്റ് പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ആൻഡ് ഓവർ വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 50-50 പേയ്മെന്റ് പ്ലാൻ ആണ്. അതായത് 50 ഡ്യൂറിംഗ് കൺസ്ട്രക്ഷനും 50 ഓൺ ഹാൻഡ് ഓവറുമാണ്. ഫസ്റ്റ് നമ്മൾ ഇതിലെ പേയ്മെന്റ് പ്രൊസീജിയർ എങ്ങനെയാന്ന് പറഞ്ഞാൽ 10% ബുക്കിംഗ് കൊടുക്കുക, പിന്നെ ബാക്കി നമുക്ക് ഇയർലി മാത്രമേ 10% മാത്രം കൊടുത്താൽ മതി. അതായത് മന്ത്ലി നോക്കുകയാണെങ്കിൽ 1% പോലും ആകുന്നില്ല. അതാണ് പറഞ്ഞത്, ഇയർലി വെറും 10% കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് 1 ബെഡ്റൂമിന് 1.8 മില്യൺ നിങ്ങൾ ഫുൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഫുൾ ക്യാഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് പകുതി മാത്രം കൊടുത്താൽ മതി. ഓഫ് പ്ലാനിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ വെറും 9 ലക്ഷം ദിർഹംസ് ആകുമ്പോഴത്തേക്ക് തന്നെ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലാണ്. ഇൻ കേസ് നിങ്ങൾക്ക് 50 കഴിഞ്ഞിട്ട് ബാക്കി ഓൺ ഹാൻഡ് ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർഗേജിന് പോകണമെങ്കിൽ മോർഗേജിന് പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റീസെയിൽ ചെയ്യാം. റീസെയിൽ ചെയ്യുന്ന 5 ഇയർ നിങ്ങൾ മാത്രം വെയിറ്റ് ചെയ്തേ. 5 ഇയർ വെയിറ്റ് ചെയ്യുന്നതോടുകൂടി പ്രോപ്പർട്ടിയുടെ പ്രൈസ് എന്തായാലും അപ്രിസിയേറ്റ് ആകും. 1.8 എന്നുള്ള ഫ്യൂച്ചറിൽ എന്തായാലും നല്ലൊരു അപ്രിസിയേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം
2029 Q4 നമുക്ക് ഇതിന്റെ എക്സ്പെക്ടഡ് ഹാൻഡ് ഓവർ പറയുന്നത്. സോ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊജക്ടിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം അപ്രിസിയേഷൻ എന്തായാലും ഉണ്ടാവും. അതാണ് പറയുന്നത്, ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഇത് ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇതൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ആണ്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ കളിക്കാനായിട്ട് അവരുടെ ബുദ്ധി വളർച്ച, അതായത് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ കൂടുതലും ഫോണിലൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. സോ അവർക്ക് വേണ്ടിയുള്ള ഈ ഒരു അമിനിറ്റീസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിംഗ്, അവരുടെ ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടി ഒരു അമിനിറ്റീസ് നിങ്ങൾക്ക് ഈ ബ്രൗസറിൽ അതിൻ്റെ ബേക്കാണെന്ന് ബ്രൗസറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടി ഒരു അമിനിറ്റീസ് ആണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞൊരു സാധനം. അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇതിൽ ഞാൻ കണ്ടത്. പിന്നെ ഇതിൻ്റെ ലിവിങ് എക്സ്പീരിയൻസ്, അത് ഇത് നിങ്ങൾക്ക് ഈ ബ്രൗസർ കാണുമ്പോൾ അറിയുന്നതിൻ്റെ ലിവിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അൺഇമാജിനബിൾ ആണ്. അതായത് നിങ്ങൾക്ക് കയറി വരുമ്പോൾ നോക്കുമ്പോൾ അറിയാമെങ്കിൽ ഇതിൻ്റെ എൻട്രൻസ് ഏകദേശം ഇങ്ങനെയായിട്ടാണ് നമ്മൾ എൻട്രൻസ് വരുന്നത്. സോ അത്ര നമ്മൾ ഏതൊരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഏതൊരു വീട്ടിലും ആകർഷിക്കണമെന്നുണ്ട് നമ്മളത് ഇതുപോലൊരു എൻട്രൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സോ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് കയറി വരുമ്പോൾ എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് മാറണം. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഓഫീസ് വർക്കേഴ്സ്, അതുപോലെ തന്നെ ഓഫീസ് ഓണേഴ്സ് ആയിരിക്കും. സോ അവർക്ക് എന്ന് പറഞ്ഞാൽ മൈൻഡ് റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ പറയുക റിലാക്സേഷനും അതുപോലെ തന്നെ ബോഡി വർക്കൗട്ട് ചെയ്യാനും പറ്റിയ ഒരു ജിം സെന്റർ വരുന്നുണ്ട്. ഈ ജിം സെന്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ വ്യൂ ആണ്. സോ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബുർജ് ഖലീഫ വ്യൂ ആണ് നമുക്ക് കറക്റ്റ് വരുന്നത്. അപ്പോൾ ഈ പ്രൊജക്ടിന് ഓവറോൾ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഈ പ്രൊജക്ട് ഒരു ഐക്കോണിക് ടവർ ആയിട്ടാണ് മാറാൻ പോകുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ യു എയിലെ തന്നെ 6ാമത്തെ ലാർജസ്റ്റ് ടവറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 6ാമത്തെ ലാർജസ്റ്റ് ടവറാണ് യു എയിൽ വരാൻ പോകുന്നത്. സോ എന്തുകൊണ്ടും ദുബായ് ഡൗൺ ടൗൺ റെസിഡൻസ് നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല, അപ്പോഴത്തേക്കും പ്രൈസ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. സോ നിങ്ങളുടെ റൈറ്റ് ചോയ്സ് എപ്പോഴാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്ന ടൈമിലായിരിക്കില്ല ചിലപ്പം പ്രൈസ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റോ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും കാണും. അതുപോലെ തന്നെ എന്താ പറയുക, ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം കാണും. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തു. എൻ്റെ നമ്പർ ഞാൻ ഇതിനൊപ്പം ഷെയർ ചെയ്യുകയാണ്. സോ എൻ്റെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ പുതിയതാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ നോക്കുമ്പോൾ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എന്തെങ്കിലും എൻ്റെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തും. ഞാൻ മാക്സിമം ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും വേണം. ഇനിയും ഇതുപോലെ വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.